الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر، ويصدكم عن ذكر الله وعن الصلاة، فهل أنتم منتهون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന രൂപത്തിൽ തഖ്വയോടുകൂടെ ജീവിതത്തിലുടനീളം മുന്നോട്ടു പോകാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോടും ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും സാലിഹുകളോടും ശുഹദാക്കളോടുമൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകുക വഴി ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ജീവിക്കുന്നത് അന്തസ്സോടെയും അഭിമാനത്തോടെയും കൂടെയായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രകൃതി മതമായ ഇസ്ലാം അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക വഴി, അതിൻ്റെ ആചാരമുറകൾ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടെ കൊണ്ടു നടക്കുക വഴി
ഏറ്റവും നല്ല ഒരു മാന്യനായ മനുഷ്യനെയാണ് അതിലൂടെ വാർത്തെടുക്കാൻ സാധിക്കുന്നത്. ഒരു മുസ്ലിം ഏത് മേഖലയിലായാലും അവൻ്റെ വൈയക്തിക, കുടുംബ, സാമൂഹിക ഏത് മേഖലയിലായാലും അവിടെയെല്ലാം അന്തസ്സും അഭിമാനവുമുള്ള ഒരു മനുഷ്യനായി അവൻ നിലനിൽക്കണം. ഇതിന് വിഘാതമായി ഉണ്ടാകുന്ന ഏതൊക്കെ മ്ലേച്ഛതകളുണ്ടോ, തിന്മകളുണ്ടോ, അശ്ലീലതകളുണ്ടോ, അതെല്ലാം ഇസ്ലാമിന്റെ പാഠങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം അത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ടാകും, അരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാകും, അടുക്കരുതെന്ന് അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇസ്ലാം നൽകുക വഴി, ഇസ്ലാം ആശ്ലേഷിക്കുക വഴി, ഒരു മുസ്ലിമായി ജീവിക്കുന്നത് വഴി ഏറ്റവും സംസ്കാര സമ്പന്നനായ, ഒരു വിവേചന ബുദ്ധിയുള്ള, വിവേക ശക്തിയുള്ള ഒരു മാന്യനായ മനുഷ്യനെയാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്, നോക്കിക്കാണുന്നത് എന്നർത്ഥം. മനുഷ്യനെ ഇതര സൃഷ്ടിജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന, അവന്റെ ബുദ്ധിയും വിവേകവും സംസ്കാര സമ്പന്നതയും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ഗൗരവമുള്ള ദൂഷ്യമാണ് ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്. അത് പറഞ്ഞറിയിക്കേണ്ടാത്ത രൂപത്തിൽ നമുക്കൊക്കെ അറിയാം. ഇന്ന് വെള്ളിയാഴ്ച ജൂൺ മാസം 26-ാം തീയതിയാണ് അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ജൂൺ 26-നാണ് ആചരിക്കുന്നത്. ദേശീയ അടിസ്ഥാനത്തിലും മറ്റു പല ദിവസങ്ങളും തിരഞ്ഞെടുത്തുകൊണ്ട് ലഹരി വിരുദ്ധ ദിനങ്ങൾ ആചരിക്കപ്പെടാറുണ്ട്. എന്തിനാണ് ഇത്തരമൊരു പ്രത്യേക ദിനം തിരഞ്ഞെടുക്കുകയും ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നത് ആലോചിക്കുമ്പോൾ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള, അതിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഇന്റർനാഷണൽ തലത്തിൽ തന്നെ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിനുവേണ്ടി ഒരു ദിനം തിരഞ്ഞെടുക്കുന്നു, ജനങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളമാണ് ഇതിന്റെ ഗൗരവമെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 47 47-ാം അനുച്ഛേദം അതിലൂടെ പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്, മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം തടയാൻ സംസ്ഥാനം ശ്രമിക്കണമെന്നാണ്. ഓരോ സ്റ്റേറ്റുകളും അതിനനുയോജ്യമായ രൂപത്തിൽ, കഴിയുന്ന രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്ന് കേവലം ഏതെങ്കിലും മനുഷ്യന്റെ വൈയക്തികമായ അല്ലെങ്കിൽ സാമൂഹികമായ ബാധ്യതയല്ല, മറിച്ച് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന 47-ാം അനുച്ഛേദത്തിലുള്ള ഒരു കാര്യം കൂടെയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഉപയോഗം തടയാൻ സംസ്ഥാനം ശ്രമിക്കണം, അതിനു വേണ്ട പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നടത്തണം എന്നുള്ളതാണ്. നമുക്കറിയാം, കേരള ഗവൺമെന്റ് ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ അതീവ ഗൗരവമുള്ള, അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒട്ടേറെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തു, കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലത്തെ റെയ്ഡിൽ നമുക്കറിയാം ഏകദേശം 18 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്നലെ വേറെയും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ സ്ഥലത്ത് നിന്ന്, ഒരൊറ്റ റെയ്ഡിലൂടെ, ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചതാണ് പറയുന്നത്. എത്രത്തോളം കോടികളുടെ ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പിടിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എത്രത്തോളം അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് സംസ്കാര സമ്പന്നതയുള്ള, വിദ്യാഭ്യാസത്തിൽ ഉന്നതമായി നിൽക്കുന്ന, എല്ലാം കൊണ്ടും മറ്റു സംസ്ഥാനങ്ങളെ കിടപിടിക്കാൻ തക്കമുള്ള കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ പറയുന്ന കേരളം, ആ കേരളം എവിടേക്കാണ് പോകുന്നത് എന്നത് ഓരോ ദിവസവും പിടിക്കപ്പെടുന്ന ലഹരി മരുന്നുകൾ എന്ന് പറയാൻ പറ്റൂല, ലഹരി വിഷങ്ങൾ, അതിന്റെ എണ്ണവും അതിന്റെ വ്യാപ്തിയും ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, ലഹരി
ഇസ്ലാം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇസ്ലാം നിഷിദ്ധമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താണ് അതിന് കാരണം? നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. ലഹരിയുടെ ഉപയോഗം മൂലം എത്രയെത്ര മരണങ്ങളാണ് നിരന്തരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്ര ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ നമ്മുടെ നാടുകളിൽ സ്വന്തം മാതാവിനെ, ഭാര്യയെ, പിഞ്ചുമക്കളെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ എത്രയെത്ര വാർത്തകൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയെത്ര ക്രൂരതകൾ നമ്മൾ ദിനേന ലഹരിയുടെ കാരണങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ കേൾക്കുന്നു. എത്രയെത്ര വാഹനാപകടങ്ങൾ, ചില വാഹനാപകടങ്ങളൊക്കെ പിടിക്കുന്നു. ഡ്രൈവർ മദ്യപിച്ചായിരുന്നു വാഹനം ഓടിച്ചത് എന്നത് തെളിയുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര, അതുപോലെ തന്നെ എത്രയെത്ര ആത്മഹത്യകൾ, എത്രയെത്ര അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പല മാതാപിതാക്കളും സ്വന്തം മകൻ മദ്യപിച്ച് വീട്ടിലേക്ക് രാത്രി കയറി വരുമെന്ന് പേടിച്ച് അവന്റെ അക്രമം സഹിക്കാനാവാത്തത് കൊണ്ട് അയൽ വീടുകളിൽ അഭയം പ്രാപിക്കുന്ന എത്രയെത്ര മാതാപിതാക്കളുണ്ട്. സ്വന്തം പ്രിയപ്പെട്ട ചെറിയ പിഞ്ചുമക്കളെയും എടുത്തുകൊണ്ട് അയൽ വീട്ടിൽ അഭയം തേടുന്ന എത്രയെത്ര സഹോദരികളുണ്ട്. ഭർത്താവ് മദ്യപിച്ചു വരും, ലഹരി ഉപയോഗിച്ചു വരും എന്ന് ഭയപ്പെട്ടുകൊണ്ട്. സഹോദരങ്ങളെ, ഇവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലഹരിയെ കുറിച്ച് പറയുന്നത് അൽ ഖംറു ഉമ്മുൽ ഖബാഇസ് എന്നാണ്. എല്ലാ തിന്മകളുടെയും ഉമ്മയാണ്, മാതാവാണ്, പ്രഭവ കേന്ദ്രമാണ് ലഹരി എന്നുള്ളതാണ്. അത് വിശദീകരിക്കേണ്ട ആവശ്യം പോലും ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അതിന്റെ ആശയം ഒരാൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. പഴയ കാലത്തൊക്കെ ലഹരിയുടെ ഏതാനും പരിമിതമായ ചില രൂപങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പല പേരുകളിലാണ് അതൊക്കെ ഉള്ളത്, പല രൂപത്തിലാണ് അതൊക്കെ ഉള്ളത്. മണക്കുന്നതുണ്ട്, കുടിക്കുന്നതുണ്ട്, ശ്വസിക്കുന്നതുണ്ട്, ശരീരത്തിൽ ഒട്ടിച്ചു വെക്കുന്നതുണ്ട്, ശരീരത്തിലേക്ക് ഇൻജക്ട് ചെയ്യുന്നതുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ, പൊടിയായും കുടിക്കുന്ന ദ്രാവകമായും ഖരവസ്തുക്കളായും പല രൂപത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ കഴിയും. ഇത് ഉപയോഗിക്കുക വഴി ഒരു മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുന്നു, അവന്റെ സംസ്കാരം നഷ്ടപ്പെടുന്നു, അവന്റെ വിവേക ശക്തി നഷ്ടപ്പെടുന്നു, അവന്റെ മാന്യതയും കളഞ്ഞു കുടിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ വളരെ കൃത്യമായി കൊണ്ട് നിഷിദ്ധമാക്കുന്നത്. ഏത് രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളായാലും. ലഹരി എന്നതുകൊണ്ട് മദ്യം എന്ന് മാത്രമല്ല അൽ ഖംർ എന്നതിന്റെ അർത്ഥം. ഖംർ എന്നാൽ മറയ്ക്കുന്നത് എന്നാണ്. കള്ളെന്നോ മദ്യമെന്നോ അല്ല ലഹരി. ഖംർ എന്ന അറബി പദത്തിന്റെ അർത്ഥം. ഖംർ എന്നാൽ മറയ്ക്കുന്നത് എന്നാണ്, ബുദ്ധിയെ മറച്ചു കളയുന്നത്, ബുദ്ധിക്ക് ഒരു മൂടുപടമിടുന്നത്. ഇതാണ് ഖംർ കൊണ്ട് ഉദ്ദേശം. അത് ഏതായാലും, ഏത് രൂപത്തിലുള്ളതായാലും അതൊക്കെ നിഷിദ്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മദ്യം ഉപയോഗിക്കും, ഖംർ ഉപയോഗിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംറ യസുമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അതിന് ഖംർ എന്നായിരിക്കില്ല, മദ്യം എന്നായിരിക്കില്ല, ലഹരി എന്നായിരിക്കില്ല പേര് പറയാ. അതിന് വ്യത്യസ്തമായ പേരുകൾ ഉണ്ടാകും. നമ്മൾ കാണുന്നുണ്ടല്ലോ വ്യത്യസ്തമായ പേരുകൾ. ഞാൻ മിമ്പറിന്റെ ഈ ഒരു ആദരവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ രൂപത്തിൽ അത്തരം പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അവർ ഉപയോഗിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഏത് പേരിൽ ഉണ്ട് എന്നല്ല, അതിന്റെ തിക്തഫലം എന്താണ്? മനുഷ്യന്റെ വിവേകം നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യന്റെ സംസ്കാരം നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന, രോഗാതുരനായിക്കൊണ്ട് മനുഷ്യനെ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന അപകടകരമായ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. മദ്യം നിങ്ങളുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന, ബുദ്ധിക്ക് മറയിടുന്ന അബോധാവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന കുല്ലു മുസ്കിരിൻ ഖംറു, അതെല്ലാം ഖംറാണ്. അത് കുടിക്കുന്നത് മാത്രമല്ല, ഗ്ലാസ്സിലൊഴിക്കുന്നത് മാത്രമല്ല, അതേത് രൂപത്തിലുള്ളതായാലും അതിന് പറയുന്നത് ഖംറെന്നാണ്. കുല്ലു മുസ്കിരിൻ ഹറാം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിഷിദ്ധമാണ്. ഒരു വിശ്വാസിക്ക് ഒരു തരത്തിലും അതിനോട് അനുയോജ്യമായി കണ്ട് അതുമായി ചേർന്ന് പോവാൻ പാടില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണണം. ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര ദിനത്തിൽ ഈ ഒരു ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പേരിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വ്യാപകമായിട്ട് ഇതിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട്.
പിശാച് പല രൂപത്തിലുള്ള ന്യായീകരണങ്ങൾ ഇതിന് നമുക്ക് തരും. നമ്മുടെ മനസ്സിലേക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകും, മുസ്ലിമീങ്ങളായ ആളുകൾ ഉണ്ടാകും, നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതിന് പല ന്യായീകരണങ്ങൾ ഉണ്ടാകും. എന്തായിരിക്കും ന്യായീകരണം? ഇത് കുറച്ചല്ലേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലേ? ഒരു തവണ ഉപയോഗിച്ചാൽ എന്താണ്? ഒരു തവണ ഉപയോഗിക്കുമ്പോഴേക്ക് ഇതിനൊരു അഡിക്ഷൻ വരുമോ? അതൊന്നും ഉണ്ടാവൂല. അതൊക്കെ പല ആവർത്തി ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഉണ്ടാവുക. അപ്പൊ നമുക്കും തോന്നും ശരിയാണല്ലോ, ഒരു തവണ ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം, അല്ലേ? അത് കുറച്ചല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു കമ്പനി കൂടുമ്പോ, ഒരു ബർത്ത്ഡേ പാർട്ടിക്ക്, അതല്ലെങ്കിൽ ഒരു കല്യാണത്തിന്റെ തലേന്ന്, അതല്ലെങ്കിൽ ഒരു ന്യൂ ഇയറിന്റെ തലേന്ന്, അതല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരോടൊപ്പം കൂടുമ്പോ, ഒരു ടൂറ് പോകുമ്പോ, ഒരു രസത്തിനല്ലേ ഇതൊക്കെ. ഇതിന്റെ അവസരമൊക്കെ പിന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ പിന്നുണ്ടാവോ? അതുകൊണ്ട് ഇത് ഒരു രസത്തിനല്ലേ എന്നുള്ള രൂപത്തിൽ. അതുപോലെ തന്നെ അതിശൈത്യമുള്ള കടുത്ത തണുപ്പുള്ള മേഖലയിൽ അവിടെ വെച്ചിട്ടൊക്കെ ചെറിയ രൂപത്തിൽ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കണം. അവിടുത്തെ ഗ്രാമവാസികളൊക്കെ ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇത് സുലഭമാണ്, അവിടെ ഇത് നിരോധിക്കപ്പെട്ടതല്ല എന്ന രൂപത്തിൽ അത്തരം മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ആ രൂപത്തിൽ ഉപയോഗിക്കുന്ന അങ്ങനെ പല പേരുകളും അല്പമല്ലേ എന്നും പല ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് പല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ പിശാച് നമ്മെ പല രൂപത്തിൽ നമ്മുടെ പല ന്യായീകരണങ്ങൾ നമുക്ക് തന്നുകൊണ്ട് സൗഹൃദത്തിന്റെ പ്രഷറുകളിലൂടെ, സുഹൃത്തുക്കൾ വല്ലാത്തൊരു പ്രഷറാണ്, നന്മയിലേക്ക് കൊണ്ടുപോകാനില്ലാത്ത താല്പര്യവും പ്രഷറൊക്കെ ഈ മേഖലയിൽ ഉണ്ടാകും. നീ ഒന്ന് വന്നു നോക്കൂ, ഒരു ദിവസം ഉപയോഗിച്ചു നോക്കൂ, ഇതൊന്ന് രുചിച്ചു നോക്കൂ, ഒന്ന് മണത്തു നോക്കൂ. ഒരു പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നമില്ല, ഒറ്റത്തവണ ഉപയോഗിക്കുന്നതോട് കൂടെ സഹോദരങ്ങളെ പിശാചിന്റെ ആ വലയിലേക്ക് നമ്മൾ ചെന്നുപെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കുറച്ചല്ലേ, നിസ്സാരമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നോക്കൂ, മഅസ്കര കഫീറുഹു ഫഖലീലുഹു ഹറാം. ബുദ്ധിമരവിപ്പിക്കുന്ന, മത്തുപിടിക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന, ധാരാളം ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളും അത് അല്പം ഉപയോഗിച്ചാലും ഫഖലീലുഹു ഹറാം, അത് ചെറുതാണെങ്കിലും നിസ്സാരമാണെങ്കിലും ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. വളരെ ഗൗരവത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു കാര്യം പറഞ്ഞത് എന്താ അറിയോ? മൻ ശരിബൽ ഖംറ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 സബാഹ. 40 ദിവസത്തെ നമസ്കാരം ലഹരി ഉപയോഗിച്ചവന്റേത് അല്ലാഹു സ്വീകരിക്കൂല. ഒരു തവണ ലഹരി ഉപയോഗിച്ചാൽ, ഒന്ന് ടേസ്റ്റ് ചെയ്താൽ, ഒരു പപ്പെടുത്താൽ, ഒന്ന് രുചിച്ചു നോക്കിയാൽ, ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 സബാഹ. 40 ദിവസത്തെ അവന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. നോക്കൂ, ലഹരിയുമായി ബന്ധപ്പെട്ട് 10 ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി 10 ആസിറഹ വമുഅ്തസിറഹ വശാരിബഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി. ഇങ്ങനെ പറഞ്ഞിട്ട് 10 ആളുകളെ, അത് വാറ്റുന്ന, ഉണ്ടാക്കുന്ന ആൾ, അത് നിർമ്മിക്കുന്ന ആൾ, അതേ രൂപത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണോ അത് വാറ്റുന്നത് അയാളെ, അത് കുടിക്കുന്നവനെ, അത് ആർക്ക് വേണ്ടിയിട്ടാണോ കൊണ്ടുപോകുന്നത്, ചുമന്നു കൊണ്ടുപോകുന്നത് അവരെ, അത് ചുമന്നു കൊണ്ടുപോകുന്ന ആള്, അതേ രൂപത്തിൽ തന്നെ അതിന്റെ സാക്ഷി, അത് വിളമ്പിക്കൊടുക്കുന്ന ആള്, അത് വിൽക്കുന്നവൻ, അതുപോലെ തന്നെ അതിന്റെ വില വാങ്ങുന്നവന്, ആ രൂപത്തിൽ 10ഓളം ആളുകളെ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംറുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. നിസ്സാരമല്ല വിഷയം. പിന്നെ പലരും സൗഹൃദ ബന്ധങ്ങൾ, അത് നമ്മൾ ഒരു വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. ആരുമായിട്ടാണ് നമുക്ക് കൂട്ട്, ആരോടാണ് നമുക്ക് സൗഹൃദം, ഇതൊക്കെ ഒരു വിശ്വാസി പരിശോധിക്കേണ്ടത്. എല്ലാവരോടൊപ്പം ഇരിക്കുവാനും എല്ലാവരോടൊപ്പം സഹവസിക്കാനൊന്നും ഇസ്ലാമിൽ വിശ്വാസിക്ക് അനുവദനീയമല്ല. ഒരു മദ്യപാനി, പലരും പറയാറുണ്ട്, ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ മദ്യപിക്കും, പക്ഷേ ഞാൻ മദ്യപിക്കാറില്ല. അവരൊക്കെ ലഹരി ഉപയോഗിക്കും, ഞാൻ അവരോടൊപ്പം ഇരിക്കും, അവര് കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കും, പക്ഷേ ലഹരി ഞാൻ തൊടാറില്ല. എന്താ ഇസ്ലാമിന്റെ നിലപാട്? ഇസ്ലാമിന്റെ വ്യക്തമായ നിലപാട് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അല്ലാഹുവിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുജാറു അലൈഹാ ബിൽ ഖംർ, മദ്യം സേവിക്കപ്പെടുന്ന ടേബിളിന് ചുറ്റും ആ കൂട്ടത്തിൽ ഫലാ യജ്ലിസ്, ഒരു വിശ്വാസി ഇരിക്കാൻ പാടില്ല. അത് അഭിമാന പലർക്കും, ഞാൻ മദ്യപിക്കലില്ല എന്നുള്ളത്,
ഞാൻ അവരോടൊപ്പം ഉണ്ടായിട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വിശ്വാസിയാണോ? അള്ളാന്റെ റസൂൽ തുടക്കം ആ ഹദീസിന്റെ ആരംഭം എങ്ങനെയാ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിനക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുഭാഗത്തേക്ക് നീ പോകരുത്, അവരോടൊപ്പം നീ ഇരിക്കരുത്, അവരോടുള്ള സഹവാസം നിനക്കുണ്ടാവരുത് എന്ന് ഏറെ ഗൗരവത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കാരണം സഹോദരങ്ങളെ, അത് അപകടമാണ്. അതിന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അപകടത്തിലേക്ക് കൊണ്ടുപോകുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ചുരുക്കം. അത് നിസ്സാരവൽക്കരിക്കാനും അതിന്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാനൊക്കെ അത് കാരണമായി തീരും. വിശുദ്ധ ഖുർആനിൽ ഞാൻ ആദ്യമായി ഓതി വെച്ച സൂറത്ത് മാഇദയിലെ 91-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ല, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖ്അ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ. മദ്യം, ലഹരി അത് ഉപയോഗിക്കുക വഴി പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ല്ലേ? അത് കാരണം എത്ര ശത്രുതകൾ, എത്ര പരസ്പരം നല്ല സൗഹൃദത്തിൽ ലഹരി ഉപയോഗിക്കാൻ പോയതാണ്. പല കേന്ദ്രങ്ങളിലേക്കും പോയി അവർ. അവിടെ വെച്ചിട്ട് ലഹരി ഉപയോഗിച്ചതോടുകൂടി അവരുടെ വിവേകം നഷ്ടപ്പെടുന്നു, അവരുടെ ബോധം നഷ്ടപ്പെടുന്നു. ഒത്തൊരുമിച്ച് ഒരേ വാഹനത്തിൽ യാത്ര ചെയ്തു വന്ന അതിൽ ഒരാളെ മറ്റു 3 പേർ കൂടിയിട്ട് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ തങ്ങൾ അവിടെ കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ എത്ര സംഭവങ്ങളുണ്ട്, മർദ്ദിച്ചവശനാക്കുന്ന എത്ര സംഭവങ്ങളുണ്ട്. നിങ്ങൾക്കിടയിൽ വിദ്വേഷവും പകയും ഉണ്ടാക്കാനാണ് പിശാച് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സലാ, നിങ്ങളുടെ നമസ്കാരം നഷ്ടപ്പെടുത്താൻ, അല്ലാഹുവിന്റെ ദൈവസ്മരണ നഷ്ടപ്പെടുത്താൻ, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ പോലും നഷ്ടപ്പെടുത്തി നിങ്ങളെ അധമന്മാരിൽ അധമന്മാരാക്കി മാറ്റാൻ, മ്ലേച്ഛന്മാരിൽ മ്ലേച്ഛന്മാരാക്കി മാറ്റാൻ. മദ്യപാനിക്ക് എന്ത് മാന്യതയാണ് സമൂഹത്തിലുള്ളത്? ഒരു മദ്യപാനി പോലും മറ്റൊരു മദ്യപാനിക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമോ? അയാൾ മദ്യപാനിയാണ്, പക്ഷെ വേറൊരാള് മദ്യപാനിയാണ്, അയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനി ആ മദ്യപാനിക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവോ? ഇല്ല. എല്ലാവർക്കും അറിയാം അത് അസാൻമാർഗിക പ്രവർത്തനമാണെന്ന്, അത് അധാർമിക പ്രവർത്തനമാണെന്ന്, അയാൾ അധമനാണെന്ന്, മ്ലേച്ഛനാണെന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, ഇത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു ആ ആയത്തിന്റെ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാറായിട്ടില്ലേ എന്ന ചോദ്യം. അതിന് ഏതെങ്കിലും ആളുകൾ അത് രുചിച്ചവരുണ്ടെങ്കിൽ, അത് അനുഭവിച്ചവരുണ്ടെങ്കിൽ, രഹസ്യമായി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, റബ്ബിന്റെ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ സഹാബത്തിനോട് ചോദിച്ചപ്പോ അവർ മദ്യത്തിന്റെ വീപ്പകൾ തട്ടിമറിച്ചതുപോലെ, ഇല്ല പ്രവാചകരെ, ഇനി ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തതുപോലെ നമുക്കും സാധിക്കണം. ഇത്തരം സാൻമാർഗിക അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ ഏറ്റവും നല്ല സംസ്കാര സമ്പന്നനായ, ആരോഗ്യമുള്ള, ധാർമ്മിക ബോധമുള്ള, മാന്യതയുള്ള മനുഷ്യന്മാരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അതാണ് ഇസ്ലാം നമ്മോട് ഉദ്ഘോഷിക്കുന്നത്. അതിനു വേണ്ടിയാണ് നാം ഓരോരുത്തരും മുസ്ലിം ആയതെന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ലഹരി ഏറെ അപകടകരമാണ്. എങ്കിലും കൂട്ടുകെട്ടിലോ ചില സാഹചര്യങ്ങൾക്ക് വഴിയിലോ ഒക്കെ പലരും അത്തരത്തിലുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ടാവാം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രവണത, ഏതെങ്കിലും ഒരു മനുഷ്യൻ അത്തരത്തിലുള്ളൊരു ലഹരി ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ, അതോടുകൂടി ആ മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത സമൂഹത്തിലുണ്ട്. വിശ്വാസികൾ എന്നുള്ള നിലക്ക്, മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക് അത് നമുക്ക് യോജിച്ചതല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മൾ അയാളെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം. ഒരുപാട് അനുഭവങ്ങൾ അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ചേർത്ത് പിടിച്ചതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്തുകയും അയാളെ ഒരു കുടിയനാക്കി മാറ്റുകയും അയാളെ മോശക്കാരനാക്കുകയും, ഇത് മോശത്തരം തന്നെയാണ്. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അയാളെ വ്യക്തിപരമായി ഈ രൂപത്തിൽ ആക്രമിക്കുക വഴി അയാൾ
ഒരു മുഴുകുടിയനായി, അതല്ലെങ്കിൽ ഏറ്റവും മോശക്കാരിൽ മോശക്കാരനായി മാറാനാണ് അത് കാരണമായി തീരുക എന്ന് നമ്മൾ തിരിച്ചറിയാം. അയാളെ ചേർത്തു പിടിക്കാനും അയാളെ ആ അധാർമിക പ്രവർത്തനത്തിൽ നിന്ന്, ആ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട് നമ്മുടെ നാടുകളിൽ, കൗൺസിലിംഗ് കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. അവിടേക്ക് അയാളെ എത്തിക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെ സഹോദരൻ എന്നുള്ള നിലയ്ക്ക്, നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക്, നമ്മുടെ പരിചയക്കാരൻ എന്നുള്ള നിലയ്ക്ക്, നമുക്കറിയുന്നവൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുക. അതിനപ്പുറത്ത് പരസ്പരം പറഞ്ഞു നടന്ന് അവൻ ആ രൂപത്തിലാണ്, അവൻ ഈ രൂപത്തിലാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിനപ്പുറത്ത് അവനെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്നാണ് അതുമായി സൂചിപ്പിക്കാനുള്ളത്. ചെന്ന് പെട്ടുപോയ ആളുകൾ ഉണ്ടാകും, ഖുതുബ കേൾക്കുന്നവരിൽ ഉണ്ടാകും, അപകടത്തിൽ പെട്ടുപോയ ആളുകൾ ഉണ്ടാകും. അവരോട് സൂചിപ്പിക്കാനുള്ളത് നിരാശപ്പെടേണ്ട എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അവനോട് തൗബ ചെയ്തുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു മാനസികാവസ്ഥ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. സൗഹൃദ വലയങ്ങളിൽപ്പെട്ട് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അത് ഉപയോഗിക്കുകയും പിന്നീട് അത് നിരന്തരം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് രഹസ്യമായി അത് കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ തയ്യാറാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. ആരോടും പറയണ്ട. ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആരോടും അറിയിക്കേണ്ടതില്ല. റഹ്മാനായ റബ്ബിനോട് അന്ത്യയാമങ്ങളിൽ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആ റബ്ബ് പുറത്തു തരാൻ തയ്യാറാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്തു മടങ്ങാൻ, അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, നല്ല ആരോഗ്യമുള്ള സംസ്കാര സമ്പന്നനായ മാന്യനായ ഒരു മനുഷ്യനായി, ഒരു മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഘടകങ്ങൾ, നമുക്ക് അറിയുന്ന വിവരങ്ങൾ, ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളെ, നമ്മുടെ പുതിയ തലമുറയെ, നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹത്തെ ഒക്കെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ അതിന് പ്രത്യേക നമ്പറുകൾ നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. അത്തരം നമ്പറുകളിലേക്ക് രഹസ്യമായി നമ്മൾ വിളിച്ചു പറയാം, അവരെ അത് അറിയിക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരത്തിൽ മൻ റആ മിൻകും മുൻകറൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ ഫലിയുഗയ്യിറുഹു ബിയദി. കൈകൊണ്ട് തടയാൻ പറ്റിയതാണെങ്കിൽ കൈകൊണ്ട് തടയണം. അതല്ല നാവ് കൊണ്ട് തടയാൻ പറ്റിയതാണെങ്കിൽ അങ്ങനെ തടയണം. അല്ലെങ്കിൽ ഖൽബ് കൊണ്ട് തടയാൻ പറ്റിയതാണെങ്കിൽ അങ്ങനെ തടയാം. വദാലിക അദ്അഫുൽ ഈമാൻ. അതും ചെയ്തിട്ടില്ലെങ്കിൽ അത് അപകടമാണ്. അത് ഈമാനിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നിർമാർജനം ചെയ്യാൻ, ഇത്തരം തിന്മകളിൽ ഇല്ലാതാക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനും അതൊക്കെ ഒരു ജിഹാദായി കാണാനും അതിലൂടെ പ്രതിഫലം കരസ്ഥമാക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.